നമസ്കാരം. പടുകുഴിയിൽ വീണ് പണ്ടാരമടങ്ങി ഇനിയൊരു തിരിച്ചുവരവില്ല മോനെ, നീ വേദനയില്ലാതെ തീർന്നോ എന്ന് പറഞ്ഞ് സകലരും പിരിഞ്ഞാലും സകല ചവിട്ടും കുത്തും അതിജീവിച്ച് ഒരുണക്ക പുൽനാമ്പെങ്കിലും തിരിച്ചു കയറാൻ കിട്ടും എന്ന് കരുതി അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്ത് അതിജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല. ഈ ലോകകപ്പിൽ അർജൻറ്റീനയെ കണ്ടിട്ടുണ്ട്. ഓരോ കളിയിലും അർജൻറ്റീന നമുക്കത് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും അവസാനം ഇംഗ്ലണ്ടിൻ്റെ മാരക ഫുട്ബോളിന് മുന്നിൽ ഒരു ഗോളിന് വീണ് തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ മെസ്സിയും സംഘവും തിരിച്ചു കയറി വന്ന ഒരു വരവുണ്ട്. എൻ്റെ അമ്മയെ, ഇതാ ഇപ്പോഴും എൻ്റെ രോമാഞ്ചം അവസാനിച്ചിട്ടില്ല. 84-ാം മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിൽ നിന്ന് വെറും മുന്നിൽ 16 മിനിറ്റും ഇഞ്ചുറി ടൈമും ബാക്കി നിൽക്കെ ഒരു ഗോളടിച്ച് സമനിലയിലാക്കുകയും അതും കഴിഞ്ഞ് പിന്നെയും ഒരു ഗോളടിച്ച് വിജയിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ കഥ? ഈ ലോകകപ്പിൽ ഒരേ ഒരു സംഘത്തിന് മാത്രം സാധ്യമാകുന്ന വിക്ടറി, ദ കംപ്ലീറ്റ് ഫുട്ബോൾ. മെസ്സിയും സംഘവും അത് നേടിയെടുത്തു. അതികഠിനമായ പരിശ്രമങ്ങളിലൂടെ യുദ്ധം ചെയ്ത് നേടിയെടുത്ത ഓരോ വിജയത്തെയും ഫിഫയുടെ ഒത്തുകളി എന്നും റഫറിയുടെ ഔദാര്യമെന്നും പറഞ്ഞ് പരിഹസിച്ചവർ, മതത്തിൻ്റെ ഐഡന്റിറ്റിയിൽ തളച്ചിട്ട് ടീമിനെയും ആരാധകരെയും അപഹസിച്ചവർ, പൊട്ടിയൊലിക്കുന്ന വിദ്വേഷത്തിൻ്റെ രതിമൂർച്ചയ്ക്ക് വേണ്ടി മാത്രം ഫുട്ബോളിനെ പറ്റി പറഞ്ഞ് മെസ്സിയെയും സംഘത്തെയും നിരന്തര പ്രചരണത്തിന് ഇരയാക്കിയവർ, തോറ്റ കലിപ്പ് തീർക്കാൻ അന്തവും കുന്തവുമില്ലാതെ വെറുപ്പ് വിളമ്പിയ ഈജിപ്തിൻ്റെ കോച്ചിനെ പോലുള്ളവർ, നിരന്ന് നിന്ന് കല്ലെറിഞ്ഞവരുടെ കല്ലുകൾ കുഴിയിൽ പതിച്ചു. മെസ്സിയും സംഘവും തള്ളിയിട്ട അഗാധ ഗർത്തത്തിൽ നിന്ന് കരകയറി വന്ന് തലയുയർത്തി നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ ഫൈനൽ കളിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ്. 2-1 ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന് ലോക ഫുട്ബോളിൻ്റെ സൗന്ദര്യം, ഏറ്റവും മികച്ച കളി നമുക്ക് നൽകാൻ സ്പെയിനിനോട് ഏറ്റുമുട്ടാൻ അവർ റെഡി. അർജൻറ്റീന സ്പെയിൻ, ഇംഗ്ലണ്ട് അർജൻറ്റീന സെമിഫൈനലിനെ കുറിച്ച് പറയും മുമ്പ് ഇത്രയും വികാരം കൊണ്ടില്ലെങ്കിൽ പിന്നെ എന്താണെന്നൊരു രസം. ചരിത്രത്തിൻ്റെ ഭാരവും പേറിയാണ് അർജൻറ്റീനയും ഇംഗ്ലണ്ടും ഇന്നും കളത്തിലിറങ്ങിയത്. ഡീപ്പോൾ ഇല്ലാത്ത ആദ്യ 11 അർജൻറ്റീനയുടേത്. ഹാരി കെയ്നിൻ്റെയും സംഘത്തിൻ്റെയും മുഖത്ത് സമ്മർദ്ദം വലിഞ്ഞു മുറുകി നിന്നിരുന്നു. അപ്പുറത്ത് മെസ്സിയും അർജൻറ്റീനയും ഒന്നാകെ തുടക്കം മുതൽ ശാരീരിക ശക്തിയും കൂടി ഉപയോഗിച്ചുള്ള കളിക്കും തയ്യാറെന്ന പ്രഖ്യാപനം നടത്തും പോലെ തോന്നി. പലപ്പോഴും ഇരു ടീമുകളിലെയും കളിക്കാർ തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റത്തിൻ്റെയും ഒക്കെ ലക്ഷണങ്ങളാണ് കാണിച്ചത്. തുടക്കം മുതൽ തന്നെ ടീമുകൾ ആക്രമണം അഴിച്ചുവിട്ടു. കളി പരുക്കനായിരുന്നു. 2 ശത്രുക്കളുടെ കളി പോലെ തോന്നിച്ചു. ജയിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയ 2 കൂട്ടരായിരുന്നു. കളി അതുകൊണ്ട് തന്നെ വളരെ വേഗം ചൂടുപിടിച്ചു. വൈകാരികതയുടെ ടെമ്പോ ലേശം കൂട്ടി മെസ്സിയുടെ കൂട്ടരെ 1-ാം സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടി മൈതാനത്ത് ഓടി നടന്നു. ഇംഗ്ലണ്ടും വലിഞ്ഞു മുറുകിയ ഭാവത്തിൽ. അതുകൊണ്ടൊക്കെ തന്നെ ആകണം ഭാവനാസമ്പന്നമായ മുന്നേറ്റങ്ങളൊന്നും കാര്യമായി തുടക്കത്തിൽ കണ്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അടി തന്നെ അടി. അർജൻറ്റീനയ്ക്ക് വ്യക്തമായ മേൽക്കൈ ഉണ്ടായ കളിയാണെങ്കിലും അർജൻറ്റീന കളിയാരാധകരുടെ ആഹ്ലാദം പൂർണ്ണമായി പുറത്തെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞതേയില്ല. ആദ്യഘട്ടത്തിൽ ഗോൾ അടിച്ചില്ലെങ്കിലും തനത് ശൈലിയിലേക്ക് പലപ്പോഴും കളി പോയില്ല. പരുക്കം കളി തന്നെ. അതിൻ്റെ കൂടി തുടർച്ചയായി അസാധാരണമായി മഞ്ഞക്കാർഡുകളുടെ ഘോഷയാത്രയും ഉണ്ടായി. ഇംഗ്ലണ്ടിൻ്റെ ആൻഡേഴ്സണും അർജൻറ്റീനയുടെ ലിസാൻഡ്രോ മാർട്ടിനസും ആദ്യ പകുതിയിൽ തന്നെ മഞ്ഞക്കാർഡ് കണ്ടു. തുടർച്ചയായ ഫൗളുകൾ നിരന്നു. കളി പലപ്പോഴും ഫൗളുകളിലും തർക്കങ്ങളിലും. ആദ്യ 30 മിനിറ്റുകൾക്കിടയിൽ ഇരു ടീമുകൾക്കും ലക്ഷ്യത്തിലേക്ക് ഒരു ഷോട്ട് പോലും അടിക്കാനായില്ല. 37-ാം മിനിറ്റിൽ മെസ്സിയെ ഫൗൾ ചെയ്തതോടെ മത്സരത്തിലെ ആദ്യ മഞ്ഞക്കാർഡ്. തൊട്ടു പിന്നാലെ 41-ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിൻ്റെ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ തടഞ്ഞതിന് ലിസാൻഡ്രോയ്ക്കും മഞ്ഞക്കാർഡ്. ആദ്യ പകുതി തീരുമ്പോൾ അവസാന നിമിഷം എങ്ങനെയെങ്കിലും ഗോളടിക്കാൻ അർജൻറ്റീന ശ്രമിച്ചു. ഗോൾ അടിച്ചില്ലെങ്കിലും അർജൻറ്റീനയ്ക്ക് കളിയിൽ ആധിപത്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിൻ്റെ ലോകോത്തര പ്രതിരോധ സംഘം അതിനെ അതിജീവിച്ചു. മെസ്സിക്ക് പന്തുമായി മുന്നേറാൻ സ്പേസ് കൊടുക്കാതിരിക്കലായിരുന്നു അവരുടെ തന്ത്രം. അതിലവർ വിജയിച്ചു. മെസ്സി നേരിട്ടൊരു ഗോളടിക്കുക എന്നതുപോലും അസാധ്യമെന്ന് തോന്നിപ്പിക്കും വിധത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ടെറിട്ടറിയിൽ അവർ കോട്ട കെട്ടി പ്രതിരോധം തീർത്തു. അതിനിടെ ഇംഗ്ലണ്ടിനായി റീഡ് ജെയിംസ് എടുത്ത ഫ്രീ കിക്ക് എമിലിയാനോ മാർട്ടിനസ് തട്ടി അകറ്റിയത് ആദ്യ പകുതിയിൽ അർജൻറ്റീനയ്ക്ക് വലിയ ആശ്വാസമായി. 2-ാം പകുതിയിൽ തുടക്കത്തിൽ തന്നെ അർജൻറ്റീന ആക്രമണം തുടങ്ങി. 47-ാം മിനിറ്റിൽ അൽവാരസിന്റെ ഷോട്ടിൽ നിന്ന് ഇംഗ്ലണ്ടിനെ ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡ് രക്ഷിച്ചു. എന്നാൽ പിന്നാലെ 55-ാം മിനിറ്റിൽ ഇംഗ്ലീഷ് കടന്നുകയറ്റം സംഭവിച്ചു. വലതു വിങ്ങിൽ നിന്ന് മോർഗൻ റോജേഴ്സ് നൽകിയ ക്രോസ് ഗോർഡൻ വലയിലെത്തിച്ചു. ഗോൾ സംഭവിച്ചു. ഇത്ര നേരം വിറക് വെട്ടിയതും വെള്ളം കൂരിയതും മിച്ചം. കിട്ടിയ തക്കത്തിന് ഇംഗ്ലണ്ട് ഗോളടിച്ച് മുന്നിലെത്തി. എന്നാൽ പിന്നീട് ഇംഗ്ലണ്ട് വിരസമായ കളിയിലേക്ക് പിൻവലിഞ്ഞു. അർജന്റീനയെ പ്രതിരോധിക്കുക എന്നതായി അവരുടെ മുഖ്യ ലക്ഷ്യം. ലോകോത്തര പ്രതിരോധ നിര അത് ഭംഗിയായി നിർവഹിച്ചു. ബെല്ലിംഗ്ഹാം സംഘത്തിനും പിടിപ്പത് പണി. അതിനിടെ സിമിയോണിയുടെ ഒരു വമ്പൻ മുന്നേറ്റം സ്പെൻസ് ഗംഭീരമായി പാഴാക്കി കൊടുക്കുകയും ചെയ്തു. അർജന്റീനയ്ക്ക് ഒരു ആഘാതം. പിന്നീട് തുടർച്ചയായ ആക്രമണങ്ങളുമായി അർജന്റീന കളം നിറഞ്ഞു. ഇംഗ്ലണ്ട് ഗോളി പിക്ഫോർഡ് ഉള്ളതുകൊണ്ട് മാത്രം 1-ലധികം ഗോളുകൾ
നിന്ന് ഇംഗ്ലണ്ട് രക്ഷപ്പെട്ടു. പിക്ഫോർഡ് അടുത്തു വരുന്ന അർജന്റീന കളിക്കാരെ പ്രകോപിപ്പിക്കുന്നത് കാണാൻ വലിയ രസമായിരുന്നു. അതിനിടയിൽ ഡീപോളും ലൗട്ടാറോ മാർട്ടിനസും എല്ലാം കളത്തിലിറങ്ങുകയും നിറഞ്ഞു കളിക്കുകയും ചെയ്തു. ലൗട്ടാറോ വന്നാൽ ഒരു ഗോൾ വീഴുമെന്നാണ് മുൻ അനുഭവം. ഇത്തവണയും അത് സംഭവിച്ചു. കളിയുടെ സ്വഭാവം വെറുതെയുള്ള ആക്രമണം എന്നതിൽ നിന്ന് കുറെ കൂടി മെച്ചപ്പെട്ടു. ലക്ഷ്യബോധത്തോടെയുള്ള ആക്രമണമായി. മെസ്സി വഴി ഗോളെടുക്കുക എന്നത് തുടക്കത്തിലെ അർജന്റീനയുടെ ലക്ഷ്യമല്ലായിരുന്ന മട്ടിലാണ് അവർ വ്യക്തമായ കളി കളിച്ചത്. മാത്രമല്ല, മെസ്സി വെറുതെ ഒന്ന് ചലിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് സൈന്യം അവിടെ പറന്നിറങ്ങും, മെസ്സിയെ പൊതിയും. ആ നീക്കം പൊളിക്കും. മെസ്സിക്കെതിരായ ഫൗളുകൾ മാത്രം നോക്കിയാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ അർജന്റീന ഒരു ഗോളിന് പിന്നിലാണ് എന്നത് മറന്നുകൊണ്ട് അവർ പോരാടുന്ന കാഴ്ച പിന്നീട് കളിയുടെ ഗതി മാറ്റി സന്തോഷം കൊണ്ടുവന്നു കളി കാണുന്നവരുടെ ഇടയിലേക്ക്. രസികൻ കളി. 69-ാം മിനിറ്റിൽ മെസ്സിയുടെ ഒരു ഹെഡർ പിക്ഫോർഡ് തടഞ്ഞു. 76-ാം മിനിറ്റിൽ ഡീപോളിന്റെ ക്രോസിൽ നിന്ന് മാക്കലിസ്റ്ററുടെ ഒരു ഹെഡർ പോസ്റ്റിലിടിച്ച് പോയി. ഒടുവിൽ 85-ാം മിനിറ്റിൽ അത് സംഭവിച്ചു. വരാനുള്ളത് വന്നു. മെസ്സി ഒരുക്കിയ ഒരു പാസ്. എൻസോ ഫെർണാണ്ടസ് റെഡി അവിടെ. ഇംഗ്ലീഷ് പ്രതിരോധം ചിന്തിക്കും മുമ്പ് എൻസോ ഫെർണാണ്ടസിന്റെ ഒരു നെടുനീളൻ ഷോട്ട് പിക്ഫോർഡിനെയും മറികടന്ന് ഗോൾ. അർജന്റീന സമനില പിടിച്ചു. കഴിഞ്ഞ കളികളിൽ സ്വീകരിച്ച അതേ ശൈലി അർജന്റീന മാറുന്നു എന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളായി. പിന്നീട് എതിരാളി ഒരു ഗോളടിച്ച് നിമിഷ നേരങ്ങളിലേക്കുള്ള സാങ്കല്പിക ജേതാവെന്ന് തോന്നിപ്പിച്ച് പിന്നീട് അവരുടെ കോട്ടയിൽ കയറി തകർത്ത് ഉള്ളിൽ കയറി കീഴടക്കുക എന്ന തന്ത്രം. എതിരാളി ചിന്തിക്കുന്നതിനും അപ്പുറത്ത് അവിശ്വസനീയമെന്നും അത്ഭുതകരമെന്നും വിദ്വേഷ വിചാരികൾ ഫിഫയുടെ കളിയെന്നും പറയുന്ന അത്ഭുത ഫുട്ബോൾ അർജന്റീന കളിച്ചു. മുഴുവൻ സമയം പൂർത്തിയായി. 9 മിനിറ്റിന്റെ ഇഞ്ചുറി ടൈമിലേക്ക് കളി എത്തിയപ്പോൾ ഇംഗ്ലണ്ട് സമനിലയിൽ എക്സ്ട്രാ ടൈമിനായി കോട്ട കെട്ടി. എന്നാൽ അർജന്റീന അതും അതിനപ്പുറം കണ്ടുവന്നതല്ലേ എന്ന മട്ടിൽ നിരന്തര ആക്രമണം ചുരുങ്ങിയ മിനിറ്റിനുള്ളിൽ അഴിച്ചുവിട്ടു. ഇഞ്ചുറി ടൈമിന്റെ 2-ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിന്റെ നെടുങ്കോട്ട പിളർന്ന് ഹാരി കെയ്നിന്റെ സ്വപ്നം തകർത്ത് 60 വർഷത്തെ കാത്തിരിപ്പ് വിഫലമാക്കി ആ ഗോൾ സംഭവിച്ചു. മെസ്സിയുടെ അസിസ്റ്റിലെത്തിയ ബോളിന് തലവെച്ച് ലൗട്ടാറോ അടിച്ച ഗോൾ പിക്ഫോർഡിനെ മറികടന്ന് വലകുലുക്കിയപ്പോൾ ഹാരി കെയ്നും ബെല്ലിംഗ്ഹാമും സംഘവും നിന്ന നിലം താഴ്ന്നുപോയ അവസ്ഥയിലായിരുന്നു. ഒരു ഗോളടിച്ച് അനിശ്ചിതമായി പോയപ്പോൾ കളി ജയിക്കും എന്നുവരെ കരുതിയിരുന്നിടത്തുനിന്ന് അത് തിരിച്ചടിച്ച് ഒരു എക്സ്ട്രാ ടൈം പോലും നൽകാതെ ഇഞ്ചുറി ടൈമിൽ ലീഡടിച്ച് അർജന്റീന ചവിട്ടിക്കൂട്ടിയ ഇംഗ്ലണ്ട് നിരാശരായി മൈതാനത്ത് തേങ്ങി. എന്നാൽ ഇംഗ്ലണ്ടിന്റെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ അവർക്ക് മടങ്ങാം. തലയുയർത്തി നിന്ന ഹാരി കെയ്നിന് അവസാനത്തെ ലോകകപ്പിൽ നിന്ന് വിടവാങ്ങാം. കളി കാണാൻ വെക്കാമുണ്ടായിരുന്നു. മിക്ക കളിയിലും അദ്ദേഹം ഉണ്ടാകാറുണ്ട്. ഇന്നും കണ്ടു. ആദ്യ ഗോളടിച്ചപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു പകരം വീട്ടലിൻ്റെ സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ടെലിവിഷനിൽ കണ്ടു. എന്നാൽ അപ്പുറത്തെ അർജന്റീനയായി പോയില്ലേ. ഇംഗ്ലണ്ടിന് ഒരു ലോകകപ്പ് എന്ന സ്വപ്നം അവശേഷിപ്പിച്ച അർജന്റീന 2 ഗോളിൻ്റെ ആണി അവർക്ക് മേൽ അടിച്ചു കയറ്റി. ഇനി ഫൈനലിൽ സ്പെയിനിനെ നേരിടുമ്പോൾ പക്ഷേ അർജന്റീനയ്ക്ക് ഇതുപോലൊരു സമ്മർദ്ദം ഉണ്ടാകില്ല എന്നുറപ്പാണ്. ഇത് ചരിത്രത്തിൻ്റെ ഭാരം പേറിയ ഒരു കളിയായിരുന്നു. ജീവൻ മരണ പോരാട്ടമായിരുന്നു. ഫൈനലിൽ തോറ്റാലും ജയിച്ചാലും ഈ സെമി ഫൈനൽ അവർക്ക് പ്രധാനമായിരുന്നു. അതവർ നേടിയെടുത്തു. ചാമ്പ്യന്മാർ രണ്ടാമതും ഫൈനലിലെത്തുമ്പോൾ ഇംഗ്ലണ്ടിനെതിരെ സമ്പൂർണ്ണ ആധിപത്യത്തിൻ്റെ കണക്കാണ് സ്റ്റാറ്റസ് പറയുന്നത്. സ്റ്റാറ്റസിൽ അർജന്റീനയുടെ സമ്പൂർണ്ണ മേധാവിത്വം നമുക്ക് കാണാൻ കഴിയും. ഇംഗ്ലണ്ടിന് ഷോട്ട് 6 എണ്ണം, അർജന്റീനയ്ക്ക് 14 എണ്ണം. 3 ടാർഗറ്റ് ഷോട്ട്, അർജന്റീനയ്ക്ക് 6 എണ്ണം. പൊസഷൻ 36% മാത്രമാണ് ഇംഗ്ലണ്ടിന്, 64% അർജന്റീനയ്ക്കാണ്. പാസുകൾ 331 ഇംഗ്ലണ്ടിന്, 578 അർജന്റീനയ്ക്ക്. പാസ് അക്യുറസി 84% ഇംഗ്ലണ്ടിൻ്റേത്, 93% അർജന്റീനയുടേത്. ഫൗൾസ് 11 എണ്ണം ഇംഗ്ലണ്ടിന്, 15 എണ്ണം അർജന്റീനയ്ക്കുണ്ട്. അർജന്റീന ഭയങ്കര ഫൗളാണെന്ന്. യെല്ലോ കാർഡ് 1 ഇംഗ്ലണ്ടിന്, 3 എണ്ണം അർജന്റീനയ്ക്ക്. റെഡ് കാർഡില്ല. ഓഫ് സൈഡ് 1 ഇംഗ്ലണ്ട്, 3 എണ്ണം അർജന്റീന. കോർണർ 1 കോർണറാണ് ഇംഗ്ലണ്ടിന് കിട്ടിയത്, 6 കോർണർ അർജന്റീനയ്ക്കും കിട്ടി. ഇതാണ് സ്റ്റാറ്റസിൻ്റെ സ്ഥിതി. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ ഞാനും ഒന്ന് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു ഈ സമീപ അവസാനത്തെ കളികളിൽ. എന്നാൽ അപ്പോഴേക്കും അവർ സെമിയിൽ തന്നെ അർജന്റീനയോട് ഏറ്റുമുട്ടേണ്ടി വന്നല്ലോ. എന്തു ചെയ്യാൻ, അർജന്റീനയായി പോയില്ലേ. ഈ ലോകകപ്പിൽ ഏറ്റവും അവിശ്വസനീയമായി കളിക്കുന്ന ടീം, ഏത് പ്രതിസന്ധിയെയും മിനിറ്റുകൾ കൊണ്ട് മറികടന്ന് വിജയിക്കുന്ന സംഘം. കേപ്പ് വെർദെയുമായുള്ള ആദ്യത്തെ നോക്കൌട്ട് 2 തവണ സമനില വഴങ്ങി 3-2 അതിജീവിച്ചു. ഈജിപ്തിനോട് 2 ഗോളിന് പിന്നിലായി 3-2 അതിജീവിച്ചു. സ്വിറ്റ്സർലൻഡിനോട് എല്ലാം പോയി എന്ന് കണ്ടെടുത്ത് നിന്ന് 85-ാം മിനിറ്റിൽ എക്സ്ട്രാ ടൈമിൽ 3-1 അതിജീവിച്ചു. ഒപ്പം കളിക്കുന്ന ടീം ഏത് കൊമ്പനായാലും മാനായാലും മുയലായാലും അവരും കൂടി ഉയർത്തപ്പെടുന്ന കളിയായി അർജന്റീനയ്ക്കൊപ്പമുള്ള കളി മാറുന്ന അവസ്ഥ. അത് ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർദെ മുതൽ ഫുട്ബോൾ കണ്ടുപിടിച്ച ഇംഗ്ലണ്ട് വരെ അവർക്ക് സെയിമാണ്. പക്ഷേ എല്ലായിടത്തും അർജന്റീന ഏത് അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടാലും
പിടിച്ചു കയറും എന്ന് ഒരിക്കൽ കൂടി അവർ പ്രഖ്യാപിച്ചു. ഈ സെമി ഫൈനലിൽ സമ്മർദ്ദ ഘട്ടങ്ങളിൽ അവസാന നിമിഷം വരെ പൊരുതി ജയിക്കുന്ന ടീമാണ് തങ്ങളുടേത് എന്ന്. ഈ ലോകകപ്പിലെ ഓരോ മത്സരത്തിലേക്ക് അർജന്റീന നീങ്ങുമ്പോഴും അവർ തീർന്നു, തോറ്റു, ഇതാ തോൽക്കാൻ പോകുന്നു എന്ന് നിരന്തരമായി വിധി എഴുതപ്പെട്ടു. അവരുടെ കളിയൊക്കെ തീർന്നു, മെസ്സിയൊക്കെ ഫിഫ ബോയ് എന്നൊക്കെ അശരീരികൾ മുഴക്കി പലരും. എന്നാൽ അർജന്റീന ഒന്ന് പ്രഖ്യാപിച്ചു, നിങ്ങൾക്കൊക്കെ ഈ ഒരു പരിപാടി വിജയിപ്പിക്കാനാകും, ഞങ്ങൾ പക്ഷേ തോറ്റു എന്ന് നിരന്തരം നിങ്ങൾക്ക് പറയാൻ കഴിയും. എന്നാൽ കളിക്കളത്തിൽ ഞങ്ങൾ തോൽക്കണോ ജയിക്കണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതേത് കൊലകൊമ്പനായാലും എതിരാളിയെ തോൽപ്പിച്ച് ഞങ്ങൾ ജയിക്കാൻ തീരുമാനിച്ചാൽ ജയിച്ചിരിക്കും. ഞങ്ങൾ തീരുമാനിക്കും വരെ ഞങ്ങൾ ജയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ പറഞ്ഞു തോൽപ്പിക്കുക എന്ന് മാത്രം. എത്ര മനോഹരമാണ് ഫുട്ബോൾ, എത്ര നാടകീയമാണ് ഫുട്ബോൾ എന്ന് അവർ ഒരിക്കൽ കൂടി കാണിച്ചു തന്നു. അവസാനമായി ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു AI ഫോട്ടോ കൂടി കാണിച്ചു തരാം. 1986 ഇംഗ്ലണ്ടുമായി ഫോക്ലാൻഡ് ദ്വീപിനായുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആത്മാഭിമാനമായിരുന്നു അത് കഴിഞ്ഞുള്ള ലോകകപ്പിലെ ഒരു പോരാട്ടം. അന്ന് ഡീഗോ മാറഡോണ അത് നേടിയെടുത്തു. മെസ്സി ലോകത്തോളം വളർന്ന നായകനാണ് ഇന്ന്, അർജന്റീനയുടെ നായകൻ. കഴിഞ്ഞ ലോകകപ്പോടെ ഇനി കീഴടക്കാൻ ഒന്നുമില്ലെന്ന് ഫുട്ബോൾ നിരീക്ഷകർ പ്രഖ്യാപിച്ചിരുന്നവൻ. എന്നാൽ അയാൾക്ക് മുന്നിൽ കീഴടക്കാൻ ഒരു മതിലുണ്ടായിരുന്നു. അതാരും ഓർത്തില്ല. അത് അർജന്റീനയുടെ ചരിത്രഭാരം പേറുന്ന ഇംഗ്ലണ്ടുമായുള്ള ഒരു ഫുട്ബോൾ പോരാട്ടമായിരുന്നു. ഈ ലോകകപ്പ് മെസ്സിക്ക് കിരീടത്തിൻ്റെ തുടർനേട്ടമല്ല മുഖ്യമായിട്ടുള്ളത്. അയാളുടെ ഫുട്ബോൾ ജീവിതത്തിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി ആ ചരിത്രത്തിൻ്റെ ഭൂതകാലം പേറുന്ന ഒരു ജയം ഇംഗ്ലണ്ടുമായി നേടുക. ജീവിതത്തിൽ ആദ്യമായി അങ്ങനെ ഇംഗ്ലണ്ടിനെ നേരിടുകയായിരുന്നു മെസ്സി. അങ്ങനെ ഈ സെമി ഫൈനലിൽ മെസ്സി തൻ്റെ സംഘവുമായി ആ ദൗത്യവും പൂർത്തിയാക്കി. മറഡോണ സാധ്യമാക്കിയ അതേ സ്കോർ 2-1. അയാളുടെ ചരിത്ര ദൗത്യം കഴിഞ്ഞു. ഇനി കപ്പെടുത്താൽ എന്ത്, എടുത്തില്ലെങ്കിൽ എന്ത്? ആകെ അർജന്റീന 4 മത്സരങ്ങളിൽ ആകെ മത്സരിച്ച 6-ൽ 4 ഇംഗ്ലണ്ടിനോട് വിജയിച്ചു. ഇംഗ്ലണ്ട് 2 തവണ വിജയിച്ചു. അങ്ങനെ ഈ സെമി ഫൈനലും കളി ആസ്വാദകർക്ക് അവിശ്വസനീയമായ ഒരു ഗംഭീര അനുഭവമായി. മറക്കാനാകില്ല ഈ 2ാം സെമി. ഇനി ഫൈനലിനായുള്ള ഏറ്റവും അർത്ഥവത്തായ കാത്തിരിപ്പാണ്. നന്ദി, നമസ്കാരം.